ഹായ് ഓൾ. കഴിഞ്ഞ ദിവസം ഞാൻ DYSP ഓഫീസിൽ പോയിട്ട് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ 4 പോലീസുകാർ എൻ്റെ ഭാര്യയും കുടുംബമായിട്ട് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടെ എന്താണെന്ന്. സാർ അല്ലല്ല, ഒരു കാര്യം പറയട്ടെ. ഇത് ഫാമിലി ഇഷ്യൂ ആണ്. ഇതിപ്പം മനഃപൂർവ്വം നമ്മളെ ഇതിപ്പോ എനിക്ക് ഇനി ഇവിടെ നാട്ടിൽ ജീവിക്കുന്നത് എന്റെ നാട്ടുകാരാണ്. ഞാൻ സംസാരിക്കുന്നുണ്ട്. ഇത് മനഃപൂർവ്വം എന്നെ നാണം കെടുത്താൻ വേണ്ടി കുടുംബമായിട്ട് വന്നേക്കുന്നതാണ്. ഞാൻ കോടതിയിൽ കേസ് എന്റെ അവസാനം തെളിവുകളില്ല. എല്ലാം എടുത്തോണ്ട് പോണ്. അവള് എന്തായിരുന്നാലും വാടിയല്ലേ. എടുത്ത സാധനങ്ങളെല്ലാം കിട്ടി പോയിച്ചെന്ന് പേപ്പറിൽ എഴുതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ DYSP ഓഫീസിൽ പോയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ക്ലിയർ ചെയ്ത് എൻ്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഞാൻ കോടതി വഴി കൊടുക്കാം എന്ന് ക്ലിയറായിട്ട് കാര്യം പറഞ്ഞതാണ്. അതിനുശേഷം ഒരു കോളെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് സ്റ്റേഷനിലോട്ട് പോയേനെ. പക്ഷേ എൻ്റെ വീട്ടിൽ എല്ലാവരും പോലീസും എനിക്ക് ഇത് എങ്ങനെ പറയണം, എന്ത് പറയണം, മനഃപൂർവ്വം എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ നാട്ടുകാരെ മുമ്പ് വെച്ചിട്ട് മനഃപൂർവ്വം എനിക്കൊരു നാണക്കേട് ഉണ്ടാക്കി തരും. സത്യം പറഞ്ഞാൽ മുന്നോട്ട് ഇനി എങ്ങനെ ജീവിക്കും എന്നുള്ളൊരവസ്ഥയിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. ഞാൻ ഓൾറെഡി കോടതി വഴി കൊടുക്കാമെന്ന് പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് പോയി. ഈ എടുത്ത രേഖകൾ ഒരു വെള്ള പേപ്പറിൽ കൈപ്പറ്റിയതായിട്ട് എഴുതി താന്ന് പറഞ്ഞിട്ട് പോലും അതുപോലും ചെയ്തിട്ടില്ല. ഇനി കേസ് കോടതിയിൽ വരുമ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യും? ഇനി അടുത്തതിൽ ഇനി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും? ഞാനൊരു വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് എനിക്കിതിൽ ഇനി എന്ത് പറയണം, എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിഞ്ഞു. ഇത്രമാത്രം എന്നെ ദ്രോഹിക്കാനായിട്ട് ഞാനും ഈ ലോകത്ത് വന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ. എൻ്റെ ജീവിതത്തിന് ഒരു വിലയില്ല ഇവിടെ. എല്ലാം എൻ്റെ തെറ്റാണ് എന്ന് വരുത്തി തീർത്ത് പോയാൽ ഓക്കെ, ഒരു കുഴപ്പമില്ല. അതെനിക്ക് എങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റും? എൻ്റെ തെറ്റാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ സമ്മതിക്കാം. അല്ലാത്ത പക്ഷം എനിക്കിനി തുറന്നൊരു ജീവിതമില്ലേ, എനിക്ക് ജീവിക്കണ്ടേ? എൻ്റെ നാളെ ഇനി എന്താണെന്ന് എനിക്കറിയില്ല. ഇന്നത്തെ ദിവസം ഇരുട്ടി നാളെ വെളുത്തു കഴിഞ്ഞാൽ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇനി ഞാൻ എന്ത് ചെയ്യണം? ആരെ കാണണം? എവിടെ പോകണം? എനിക്കൊരു പിടിയുമില്ല. ഇതൊരു ഫാമിലി ഇഷ്യൂ ആണ്. ഇത് ഞാൻ കോടതി വഴി ഒത്തീർപ്പാക്കാം എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഞാൻ ആദ്യത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. 2 മാസം മുന്നേ ആളാണ് ഒരു വക്കീലിനെ കണ്ട് എല്ലാ കാര്യങ്ങളും ആക്കി വെച്ചത്. എന്നിട്ട് ആ വക്കീലിനെ തന്നെ എനിക്ക് കാണാൻ പറ്റത്തില്ല. കാരണം ഇത്രയും എന്നെ ചെയ്തിട്ട് ഞാനിനി എങ്ങനെയാണ് ആൾ പറയുന്നൊരു വക്കീലിനെ പോയി കണ്ട് ഞാൻ മുന്നോട്ട് പോകണത്? അതുകൊണ്ട് ഞാനൊരു വക്കീലിനെ കണ്ടു. ഇനി എനിക്ക് വക്കീൽ വഴി അല്ലെങ്കിൽ കോടതി വഴി എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാനിത് പുറത്ത് വെച്ച് ഒത്തുതീർപ്പായി കഴിഞ്ഞാൽ ഇവരൊക്കെ നാളെയും വരും. ഇവരെന്നെ വിടാതെ വന്നുകൊണ്ടിരിക്കും. ആ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ കോടതി വഴി ഒരു തെളിവോടുകൂടി ഇത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത്. എന്നെ ഒരു കോള്, ഞാൻ കഴിഞ്ഞ വട്ടം ഞാൻ DYSP ഓഫീസിൽ പോയതാണ്. ആധാർ കാർഡ് എൻ്റെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ അത് നോക്കി എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇല്ലയെന്ന് വിളിച്ച് പറഞ്ഞ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ ഒരു കോള് വിളിച്ചിരുന്നെങ്കിൽ പോലും ഞാൻ അവിടെ പോകുമായിരുന്നു. എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് പോകില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അവിടെ പോകുമായിരുന്നു. പക്ഷേ എൻ്റെ ഒരു കോൾ പോലും വിളിക്കാതെ എന്തിനാണ് എൻ്റെ വീട്ടിൽ ഇങ്ങനെ പോലീസുമായിട്ട് വന്ന് കുടുംബക്കാരെല്ലാവരും കൂടി വന്ന് നാട്ടുകാർ മുമ്പ് വെച്ചിട്ട് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇതൊക്കെ ഈ വീഡിയോ ചെയ്യുന്നത് പോലും എന്നെ കേൾക്കാൻ ഒരാളില്ല. എനിക്ക് ഒരിടത്തും പോയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല ഒന്നും. പെൺകുട്ടി വന്ന് പറയുമ്പോഴത്തേക്ക് കേൾക്കാൻ ആളുണ്ട്. ഞാൻ ഇനി ആണായത് കൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. എനിക്കിപ്പോൾ എൻ്റെ കാര്യം പറയാനോ അല്ലെങ്കിൽ എന്നെ കേൾക്കാനോ എൻ്റെ ഭാഗത്തൊന്നും നിൽക്കണ്ട. ആരും എൻ്റെ ഭാഗത്ത് നിൽക്കണ്ട. എന്നെ ദ്രോഹിക്കാതിരുന്നാൽ മതി. ഇനി എൻ്റെ നാളെ എന്താണ്? ഇനി ഇതിൽ ഞാൻ എന്ത് ചെയ്യണം? എന്തൊക്കെ ഫേസ് ചെയ്യണം? ഇതിനകത്ത് പോലീസുകാർ വരുമ്പോഴത്തേക്ക് ഇനി അതിന് വേറൊരു പ്രശ്നമാവോ? എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും ഇനി ഇതിലെന്താണ് തുടർന്നുള്ള കാര്യമെന്ന് ഞാൻ എന്തായാലും അത് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. ഇനി അടുത്ത് വേറൊരു വീഡിയോ ആയിട്ട് ഉറപ്പായിട്ട് ഞാൻ വരാം.